നമസ്കാരം. ഇറാനെതിരെ വ്യോമാക്രമണം പുനരാരംഭിക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിൽ നിലവിലെ സൈനിക നീക്കങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യത്തെ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനുമേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുന്നതിനെ കുറിച്ച് ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതായത് ഈ റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവനയും രംഗത്തെത്തിയത്. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതായി സൂചിപ്പിക്കുന്ന ഒരു AI നിർമ്മിത ചിത്രവും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. കൊടുങ്കാറ്റുള്ള കടലിൽ US നാവികസേനയുടെ കപ്പലിൽ അഡ്മിറലിനോടൊപ്പം നിൽക്കുന്ന ട്രംപിനെയാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇറാനിയൻ കപ്പലുകളും മിന്നൽ പിണരുകളും ദൃശ്യമാണ്. അതായത് ഈ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 8-ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ തുടരുന്നുണ്ട് എങ്കിലും ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും ഇറാന്റെ ആക്രമണങ്ങളും സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എങ്കിലും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾ മുന്നോട്ട് വെച്ച 14 ഇന സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ മറ്റ് ചർച്ചകൾ ഫലപ്രദമാകില്ല എന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. പുതിയ ചർച്ചകൾക്കായി വാഷിംഗ്ടണിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചതായും ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും അമേരിക്കയുടെ നീക്കങ്ങൾ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തുറന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായുള്ള ചർച്ചകളെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇറാന് അമേരിക്കയിൽ വിശ്വാസമില്ല എന്നും ഇക്കാര്യമായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇറാനെതിരായ ആക്രമണങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ പരാജയപ്പെടുമ്പോഴാണ് അമേരിക്ക ചർച്ചകൾ വാഗ്ദാനം ചെയ്തതെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. അമേരിക്കക്കാരെ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്, എന്നാൽ അവർക്ക് ഞങ്ങളെ വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ല എന്നാണ് ഇറാൻ പറയുന്നത്. 18ാമത് ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ഇറാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളിൽ ഇന്ത്യയും ഇറാനും സമാനമായ താല്പര്യങ്ങളും ആശങ്കകളുമാണ് പങ്കുവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ആഗോള എണ്ണവാതക വിതരണത്തിന്റെ വലിയ ഒരു ഭാഗം കടന്നു പോകുന്ന പാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോക്ക് പോയിന്റായി, അതായത് ഇവിടെ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ പോലും അത് ആഗോള ഊർജ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഇനി എന്താകും അമേരിക്ക ഇറാൻ വിഷയം എന്ന് നമുക്ക് കാത്തിരുന്നത്.